ഇപ്പോൾ നമ്മൾ മഞ്ഞുമൽ ബോയ്സ് എന്ന സിനിമയുടെ തിയേറ്റർ റെസ്പോൺസിലേക്ക് എത്തിയിരിക്കുകയാണ്. 2 മണിക്കൂർ 15 മിനിറ്റുള്ള ഈ ഒരു സിനിമ ഓടിക്കൊണ്ടിരിക്കുന്നത് അനു അഭിനയ തിയേറ്ററിലും അപ്സര തിയേറ്ററിലും ഈ ഒരു പടം ഓടിക്കൊണ്ടിരിക്കുന്നുണ്ട്. അനു അഭിനയ തിയേറ്ററിൽ രാവിലെ 10 മണിക്ക് ഒരു ഷോ, ഉച്ച കഴിഞ്ഞ് 3:15 ഒരു ഷോ, രാത്രി 11:50 ഒരു ഷോ. അതുപോലെ തന്നെ അപ്സര തിയേറ്ററിൽ രാവിലെ 9 മണിക്ക് ഒരു ഷോ, ഉച്ചയ്ക്ക് 2 മണിക്കും വൈകിട്ട് 5:45 രാത്രി 9 PM ഷോസുകൾ പോകുന്നത്. അപ്പോൾ എന്തായാലും ഞാനിപ്പോ അപ്സര തിയേറ്ററിലാണ് ഉള്ളത്. മഞ്ഞുമൽ ബോയ്സിന്റെ തിയേറ്റർ റെസ്പോൺസിലേക്ക് പോയിട്ട് തിയേറ്റർ റെസ്പോൺസ്. കുഴപ്പമില്ല, കൊള്ളാം, അടിപൊളി. എന്താണ് കൂടുതലായിട്ട് എന്താ പറയുന്നത്? ഇങ്ങനെ ട്രിപ്പിനൊക്കെ പോകാറുണ്ടോ? പിന്നെ ഇഷ്ടം പോലെ ട്രിപ്പിന് പോകാറുണ്ടോ? ഇടയ്ക്കൊക്കെ. എങ്ങനെയുണ്ട് പടം? കുഴപ്പമില്ല. എന്താണ് കൂടുതൽ ഇഷ്ടപ്പെട്ടത്? ഇഷ്ടപ്പെട്ട രക്ഷിക്കാൻ പോകുന്ന സീൻ തന്നെ. രക്ഷിക്കാൻ പോകുന്ന സീനും കാര്യങ്ങളൊക്കെ സസ്പെൻസ് പൊളിച്ചല്ലോ. പടം മേക്കിങ്ങും കാര്യങ്ങളൊക്കെ എങ്ങനെയുണ്ട്? കുഴപ്പമില്ല, ഇഷ്ടപ്പെട്ടു, അടിപൊളി. പിന്നെ പടം എങ്ങനെയുണ്ട്? കുഴപ്പമില്ല കേട്ടോ പടം. കുഴപ്പമില്ല. മഞ്ഞുമൽ അടിപൊളി പടം. ഇഷ്ടപ്പെടാൻ മാത്രമൊക്കെ എന്തൊക്കെയുള്ളത്? ഇഷ്ടപ്പെടാനുള്ള അഭിനയം കൊള്ളാം, പിന്നെ കാസ്റ്റിംഗ് കൊള്ളാം, അടിപൊളിയാണ്. പിന്നെ സെറ്റാണല്ലോ, ക്യാമറ എല്ലാം, വിഷ്വൽ എല്ലാം എഫക്റ്റ് എല്ലാം കൂടി വേറെ ലെവലാണ്. വേറെ ലെവൽ പടം, കണ്ടിരിക്കേണ്ട പടം. ഫസ്റ്റ് ട്രൈ. ഇത് യൂത്തിനാണോ കൂടുതൽ ഇഷ്ടപ്പെടുന്നത് അതോ എല്ലാവർക്കും ഫാമിലിക്ക് ഇഷ്ടപ്പെടും? ഫാമിലിക്ക് ഇഷ്ടപ്പെടും. പടം എങ്ങനെയുണ്ട്? പടം നല്ല പടം. നല്ല പടം. എന്തുകൊണ്ടാണ് നല്ലതെന്ന് പറയാൻ കാര്യം? നല്ല കണ്ടന്റ് ഉണ്ട്, വെറൈറ്റി പടം. അവിടെ കൊള്ളാം, നല്ല പടം. കാസ്റ്റിംഗ് ഒക്കെ ഉള്ളത്. കാസ്റ്റിംഗ് ഒരു പഴയ ടൈപ്പ് സാധനമല്ലേ? പഴയ ടൈപ്പ് റിയൽ സ്റ്റോറി എന്നാ പറയുന്നത്. അവരെ നമ്മൾ സോഷ്യൽ മീഡിയയിൽ ഇപ്പൊ കാണുന്നുണ്ടല്ലോ ആൾക്കാരെ. ഇപ്പൊ കാണുന്നുണ്ട്. പക്ഷെ നമുക്ക് നല്ല രീതിയിൽ വിഷ്വലൈസ് ചെയ്യാൻ പറ്റും. നല്ല വൺ ടൈം വാച്ച് ഒന്നും അല്ല, 1-2 പ്രാവശ്യം പേടിപ്പെടുത്തുന്ന പടമാണ്. ഇടയ്ക്ക് ചില കണ്ടന്റ് ഒക്കെ ഉണ്ട്, നമുക്ക് ചിലപ്പോൾ പേടിച്ചു പോകും. സങ്കടം വരുന്നുണ്ടോ? ഇല്ല, നമുക്ക് ഇടയ്ക്ക് പിടിച്ചിരുന്നു നമ്മളെ പോലെ. സെന്റിമെന്റലാണോ പടം? ഫ്രണ്ട്ഷിപ്പിന്റെ കാര്യങ്ങളൊക്കെ നല്ല രീതിയിൽ കാണിക്കുന്നുണ്ട്. എനിക്ക് ഇഷ്ടപ്പെടും എല്ലാവരും. നല്ല പടമായിരുന്നു. എന്താണ് നല്ലതെന്ന് പറയാനായിട്ട് എന്തൊക്കെ കാരണങ്ങളുള്ള? ബേസ്ഡ് ഓൺ ട്രൂ സ്റ്റോറി ആണല്ലോ, അപ്പം അത് ഒരു നല്ല. ഇല്ല, പോയിട്ടില്ല. ഇത് കണ്ടപ്പോ കൊടൈക്കനാൽ പോകണം തോന്നി? നല്ല സ്റ്റോറിയായിരുന്നു. നല്ല സ്റ്റോറിയാണ്. സ്റ്റോറി ബേസ് അടിപൊളിയാണ്. വിഷ്വൽ കാര്യങ്ങൾ നല്ലതായിരുന്നു, കുഴപ്പമൊന്നുമില്ല. പേടിക്കാൻ മാത്രം പേടിക്കാൻ അല്ലാതെ പറഞ്ഞാൽ മതി. സസ്പെൻസ് അത് രക്ഷിക്കാൻ പോലോ, അപ്പൊ ഒരു പേടിണ്ടായി. സ്റ്റക്ക് ആയപ്പോഴൊക്കെ കൊള്ളാം, കുഴപ്പമില്ല. അത്യാവശ്യം നല്ല പടം തന്നെ, വലിയ കുഴപ്പമൊന്നുമില്ല. എന്തൊക്കെയാണ് സുഷിൻ ശ്യാമിന്റെ മ്യൂസിക് കാര്യങ്ങളൊക്കെ? അടിപൊളിയാണ്. നിൽക്കുന്നുണ്ടോ ഇപ്പോഴും? പിന്നെ ഇപ്പോഴും ഉണ്ട്, അടിപൊളിയാണ്. നമുക്കൊരു കുറെ ആൾക്കാരുണ്ടല്ലോ. ഉണ്ട്. അവരുടെ അഭിനയമാണെങ്കിലും കൊള്ളാം, അത്യാവശ്യം നല്ലതായിട്ടുണ്ട്. അടിപൊളിയായിട്ടാണ് അടിപൊളി പടം. അതിന് ഷോക്കിന്ന് മാറിയിട്ടില്ലേ? ഫേസ് ഒക്കെ ഒരുമാതിരി ഒരു അടിപൊളി, ഇതുവരെ കാണാത്ത ഒരു വെറൈറ്റി പടം. എന്തൊക്കെയാണ് അതിനകത്ത് അങ്ങനെ പറയാൻ കാരണം? എന്തൊക്കെയോ ഒത്തിരി റിവീൽ ചെയ്യണ്ട എങ്കിലും ഒരു ചെറിയ രീതിയിൽ. സുഷിന്റെ മ്യൂസിക്കും കാര്യങ്ങളൊക്കെ അടിപൊളി, വിഷ്വല് സൂപ്പർ, ഒരു രക്ഷയില്ല. കാണേണ്ട പടം. ഓക്കെ. ഇത് യൂത്തിന് വേണ്ടിയിട്ടുള്ള പടമാണോ അതോ? തീർച്ചയായും യൂത്തിന് വേണ്ടി മാത്രം. ഹോളിവുഡ് സ്റ്റൈലാണ് എടുത്തേക്കുന്ന പടം. ഹോളിവുഡ് സ്റ്റൈലാണ്. നല്ല രസം, നമുക്ക് കണ്ണെടുക്കാൻ തോന്നില്ല പടം കാണുമ്പോൾ. ഓരോ ഫ്രെയിം ബൈ ഫ്രെയിം അടിപൊളി. ഓക്കെ. വിഷ്വൽ ലെവലിലെ ഫ്രെയിം ബൈ ഫ്രെയിം ആയിട്ട് നമുക്ക് അത്രയും കണ്ടന്റുകൾ കാണിച്ചു തരുമ്പോഴത്തേക്കിനും അടിപൊളി. കാണേണ്ട പടം. സൗബിൻ ഷാഹിർ, ശ്രീനാഥ് ബാസി, ബാലു വർഗീസ്, ഗണപതി, ദീപക് അബ്രഹാം, ജീൻ പോൾ ലാൽ, ഖാലിദ് റഹ്മാൻ എന്നിവരെ കേന്ദ്ര കഥാപാത്രങ്ങളാക്കി സൗബിൻ ഷാഹിർ പ്രൊഡ്യൂസ് ചെയ്ത് സുഷിൻ ശ്യാം മ്യൂസിക് ചെയ്ത് ചിദംബരം സ്ക്രീൻ പ്ലേ ചെയ്ത് ഡയറക്ട് ചെയ്യുന്ന ഏറ്റവും പുതിയ മൂവിയാണ് മഞ്ഞുമൽ ബോയ്സ്. മഞ്ഞുമൽ ബോയ്സ് എന്ന സിനിമയുടെ തിയേറ്റർ റെസ്പോൺസ് ആണ് ഇപ്പോൾ നമ്മൾ കേട്ടത്. വീണ്ടും ഞാൻ ഈ ഒരു പടം ഒന്നുകൂടെ തിയേറ്ററിൽ പോയിരുന്നു കാണുന്നു, കാരണം അതിന് മാത്രമൊക്കെ ഉണ്ടെന്ന്. ഈ സിനിമ നിങ്ങൾ കണ്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായും നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും മെസ്സേജിൽ നിങ്ങൾക്ക് അറിയിക്കാവുന്നതാണ്. ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ തീർച്ചയായും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന ആരെയും ഒന്ന് പരിഗണിച്ചേക്കുക. വീണ്ടും മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം. അതുവരേക്കും ബൈ ആൻഡ് ടേക്ക് കെയർ. ബൈ.